വളരെ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇവാപറേഷൻ ടെക്നിക്ക് ഏതായിരുന്നു? ഫോളിംഗ് ഫിലിം ആണോ അതോ റൈസിംഗ് ഫിലിം ആണോ? ഫോളിംഗ് ഫിലിം. ഫോളിംഗ് ഫിലിം. ഓക്കെ. നമ്മളുടെ റൈസിംഗ് ഫിലിം ഇവാപറേറ്ററിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ എത്രയാണെന്നുള്ളത്? 14 ഡിഗ്രി. ഓക്കെ, ഫൈൻ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ഓക്കെ, ബൗണ്ടറി ഫിലിം ലെയറിനെ പറ്റി ഓർമ്മയുണ്ടോ? ബൗണ്ടറി ഫിലിം ലെയർ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? എയർ വെലോസിറ്റി. ഓക്കെ, എയർ വെലോസിറ്റി കൂടുമ്പോൾ ബൗണ്ടറി ഫിലിം ലെയറിന് എന്താണ് പറ്റുന്നത്? ഓർമ്മയുണ്ടോ? എയർ വെലോസിറ്റി കൂടുമ്പോ ബൗണ്ടറി ഫിലിം ലെയറിന് എന്ത് പറ്റും? അത് തിന്നാവും. ഓക്കെ, അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂടുമോ അതോ കുറയോ? കൂടും. ഓക്കെ, ഫൈൻ. സോ ഇവാപറേഷൻ കഴിഞ്ഞു. ഇന്നത്തെ നമ്മളുടെ ഇതിനകത്ത് തിയററ്റിക്കലി നമ്മളുടെ സെപ്പറേഷൻ ആൻഡ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന അതർ ദാൻ തെർമൽ ട്രീറ്റ്മെന്റ്സിൽ വരുന്ന അവസാനത്തെ ടോപ്പിക് ആണ് മെംബ്രെയിൻ കോൺസെൻട്രേഷൻ ആൻഡ് ഫിൽട്രേഷൻ. ഓക്കെ, സോ ഫിൽട്രേഷൻ ഉപയോഗിക്കുന്നുണ്ട്, മെംബ്രെയിൻ കോൺസെൻട്രേഷൻ ഉണ്ട്. എന്താണ് ഈ ഫിൽട്രേഷൻ ആൻഡ് മെംബ്രെയിൻ കോൺസെൻട്രേഷൻ തമ്മിലുള്ള വ്യത്യാസം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഫിൽട്രേഷനിലും മെംബ്രെയിൻ കോൺസെൻട്രേഷനിലുള്ള സാദൃശ്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിൽട്ടർ ചെയ്യേണ്ടതായിട്ടോ നമ്മൾ കൊടുക്കുന്ന അല്ലെ യൂണിറ്റ് ഓപ്പറേഷനോടെ കടത്തിവിടുന്ന ഏത് സൊല്യൂഷൻ ആണോ ആ സൊല്യൂഷൻ ഒരു സാധനത്തെ ഒരു ഫിൽറ്ററിന്റെ ഉള്ളിൽ കൂടെ കടത്തിവിടും. നമുക്കൊരു പെർമിയേറ്റും കിട്ടും, ഒരു റിട്ടൻഡേറ്റും കിട്ടും. എന്താണ് ഇതിൽ തമ്മിലുള്ള വ്യത്യാസം? എന്തിനാണ് ഫിൽട്രേഷൻ ഉപയോഗിക്കുന്നത്, എന്തിനാണ് മെംബ്രെയിൻ കോൺസെൻട്രേഷൻ ഉപയോഗിക്കുന്നത്? പറയാൻ പറ്റില്ലേ? ആർക്കും പറയാൻ പറ്റില്ല. ഫിൽട്രേഷൻ മെംബ്രെയിൻ കോൺസെൻട്രേഷൻ തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്തായിരിക്കും? പേരിൽ തന്നെ ഉണ്ട്, ഫിൽട്രേഷൻ ആൻഡ് മെംബ്രെയിൻ കോൺസെൻട്രേഷൻ. ഓക്കെ, ഫിൽട്രേഷൻ ഉണ്ട്, മെംബ്രെയിൻ കോൺസെൻട്രേഷൻ ഉണ്ട്. ബേസിക് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒബ്ജക്റ്റീവ് ആണ്. ഫിൽട്രേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സാധനത്തിന്റെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അതായത് നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ജ്യൂസ് മാനുഫാക്ചർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ജ്യൂസ് മാനുഫാക്ചർ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് മാംഗോ ജ്യൂസ് ആണെന്ന് വിചാരിക്കാം. ഈ മാംഗോ ജ്യൂസിൽ നിന്ന് നമ്മൾ മാംഗോ പൾപ്പ് ചെയ്ത് മിക്സ് ചെയ്ത് വളരെ ശക്തിയിലായിട്ട് അതിനെ മിക്സ് ചെയ്ത് ജ്യൂസ് ആക്കി വിചാരിക്കാം, പൾപ്പ് ചെയ്തെന്ന് വിചാരിക്കാം. ഇതിനെ എനിക്ക് ക്ലിയർ ജ്യൂസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ സൊല്യൂഷനിൽ ചെറിയ മാംഗോ ജ്യൂസിൽ പൊടിഞ്ഞു കിടക്കുന്ന ചെറിയ മാംഗോന്റെ സോളിഡ് പാർട്ടിക്കിൾസിനെ എഫിഷ്യന്റ് ആയിട്ട് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ക്ലാരിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനത്തിന്റെ യൂണിഫോമിറ്റിക്കോ ഹോമോജിനിറ്റിക്കോ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ഓപ്പറേഷൻ ആണ് ഫിൽട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറിച്ച് മെംബ്രെയിൻ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അതായത് നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ ഫിൽട്ടർ ചെയ്തെടുക്കാനും പറ്റും, അതുവഴി നമുക്ക് എന്ത് ചെയ്യാനും പറ്റും, കോൺസെൻട്രേഷൻ അതിന്റെ കൂട്ടാനും പറ്റും. ഇതിനാണ് എന്തെന്ന് പറയുന്നത് മെംബ്രെയിൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. സോ മെംബ്രെയിൻ കോൺസെൻട്രേഷൻ ഈസ് ബേസിക്കലി യൂസ്ഡ് ഫോർ ദ concentration of a particular substances through the filtration process, while the filtration is used to remove unwanted particles from a mixture of solution. അല്ലെങ്കിൽ ഒരു മിക്സറിൽ നിന്നും നമുക്ക് വേണ്ടാത്ത സാധനങ്ങളെ ഫിൽട്ടർ ഔട്ട് ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ഓപ്പറേഷൻ ആണ് ഫിൽട്രേഷൻ. ഓക്കെ, സോ ഫസ്റ്റ് വി വിൽ മൂവ് ഓൺ ടു ദ ഫിൽട്രേഷൻ. Filtration is the removal of insoluble solids from a suspension or feed slurry by passing it through a porous material or filter medium. വളരെ ശ്രദ്ധിക്കണം, ടേംസ് ഇതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഫീഡ് സ്ലറി, അതായത് നമ്മളൊരു ഫീഡ് സ്ലറി നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കേണ്ട സാധനത്തിനെ ഇവിടെ ഉപയോഗിക്കുന്ന ടെർമിനോളജിയാണ് ഫീഡ് സ്ലറി. ഈ ഫീഡ് സ്ലറി നമ്മളൊരു പർട്ടിക്കുലർ പോറസ് ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ്റെ ഉള്ളിൽ കൂടി നിന്ന് പ്രഷർ ഉപയോഗിച്ച് വളരെ ശക്തിയായിട്ട് കടത്തി വിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അതിനെ പറയുന്ന പേരാണ് ഫീഡ് സ്ലറി. അതായത് നമുക്ക് ഏത് സാധനങ്ങളാണോ നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്ത് കിട്ടേണ്ടത് അതിനെ വിളിക്കുന്ന പേരാണ് ഫീഡ് സ്ലറി. ബൈ പാസിംഗ് ഇത്രയോ പോറസ് മെറ്റീരിയൽ, ആ പോറസ് മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് ഫിൽട്ടർ മീഡിയം. ഓക്കെ, ഇനി നമ്മുടെ ഫിൽട്ടർ മീഡിയത്തിലൂടെ ഈ നമ്മുടെ പറയുന്ന ഫീഡ് സ്ലറി വളരെ ശക്തിയിൽ കടന്നുപോയി, എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് എന്ത്, ഫിൽട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് സെപ്പറേറ്റഡ് സോളിഡ്സ് ആർ കോൾഡ് ആസ് ഫിൽട്ടർ കേക്ക്. ആ പോറസ് മെമ്പറിൽ നിന്നും വളരെ ശക്തിയോടുകൂടി പ്രഷർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെ ഫിൽട്ടർ ചെയ്തെടുക്കുമ്പോൾ, ഒരു ഫിൽട്ടർ മീഡിയത്തിലൂടെ ഈ ഫീഡ് സ്ലറിനെ ഫിൽട്ടർ ചെയ്തെടുക്കുമ്പോൾ അതിൽ നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്തു വരുന്ന സാധനങ്ങളെ ഫിൽട്രേറ്റ് എന്ന് വിളിക്കുകയും ഫിൽട്രേറ്റ് ചെയ്യാൻ പറ്റാതെ പോറസ് മെമ്പറൈനിൽ
തങ്ങിക്കെടുക്കുന്ന സാധനങ്ങളെ ഫിൽട്ടർ കേക്ക് എന്നും വിളിക്കുന്നു. So filtration is used to clarify liquids by the removal of small amount of solid particles, for example wine, beer, oils and syrup. ഇതുപോലത്തുള്ള വൈൻ, ബിയർ, ഓയിൽസ് പോലത്തെ ലിക്വിഡ്സിലും അല്ലെങ്കിൽ ഹൈലി തിക്ക് ആയിട്ടുള്ള ലിക്വിഡ് സ്ലറീസിനെ, ലിക്വിഡ് സോളിഡ് സ്ലറീസിനെ, സെമി സോളിഡ് സ്ലറീസിനെ എല്ലാം ക്ലാരിഫൈ ചെയ്ത് ആ സൊല്യൂഷന്റെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്ലറിയുടെ ഹോമോജിനിറ്റി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ഓപ്പറേഷൻ ആണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. And in theory, when a suspension of particle is passed through a filter, the first particle becomes trapped in the filter medium and as a result reduce the area through which liquid can flow. This increases the resistance to fluid flow and higher pressure difference is needed to maintain the flow rate of filtrate. Okay, അത് വളരെ ഇമ്പോർട്ടന്റ് ഒരു പാർട്ടാണ്. അതായത് ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ ഇനീഷ്യലി നമ്മൾ ഈ ഫിൽട്ടർ ചെയ്യുമ്പോൾ ഈ പോറസ് മെംബ്രെയിൻ ഉണ്ടല്ലോ, ഈ പോറസ് മെംബ്രെയിന്റെ പോർ സൈസ് സപ്പോസ് 1 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, പോർ സൈസ് 1 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഇതിൽ കൂടെ ഈ ഫീഡ് സ്ലറി ഇങ്ങനെ കടത്തിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കടത്തി വിട്ട് എന്താണ് സംഭവിക്കുക? ഈ ഫീഡ് സ്ലറി ചെറിയ പാർട്ടിക്കിൾസ് എന്ന് ഈ പറയുന്ന പോറസ് മെംബ്രെയിൻസിൽ തങ്ങിപ്പിടിക്കും. സോ ഗ്രാജുവലി ഇങ്ങനെ തങ്ങിപ്പിടിച്ച് ഈ പോറസ് ആയിട്ടുള്ള മെംബ്രെയിന്റെ ഡയാമീറ്റർ കുറഞ്ഞു വരുന്നു. ഡയാമീറ്റർ കുറഞ്ഞു വരുമ്പോൾ എന്താണ് സംഭവിക്കുക? ആ ചെറിയ ഡയാമീറ്ററിലൂടെ കടക്കാൻ പ്രാപ്തരായിട്ടുള്ള പാർട്ടിക്കിൾസിനെ മാത്രം ഫിൽട്ടർ ചെയ്ത് പുറത്തുവരാൻ പാടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ തിരിച്ച് ആ മെംബ്രെയിന്റെ ഇപ്പുറത്ത് തന്നെ നിൽക്കുന്നു. ഇതിനെയാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതാണ് തിയററ്റിക്കലി ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന്റെ പിന്നിലെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് വിടുമ്പോൾ ഈ പറയുന്ന സോളിഡ് പാർട്ടിക്കിൾസ് ഈ പോറസ് മെംബ്രെയിനിൽ തങ്ങി നിന്ന് കാലാകാലങ്ങൾ അങ്ങനെ നിന്ന് അവിടെ എന്താ പറയുന്ന ഈ ഫിൽട്രേഷന്റെ എഫിഷ്യൻസി കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് എന്തായിരിക്കും ഫിനോമിനെ വിളിക്കുന്ന പേര്? ഇന്നലെ പറഞ്ഞാണല്ലോ, ഓർമ്മയില്ലേ? നമ്മളൊരു പാർട്ടിക്കിൾ ഫിൽട്രേഷൻ ചെയ്യുമ്പോൾ അതൊരു പോറസ് മെംബ്രെയിനിലൂടെ ഫിൽട്രേഷൻ ചെയ്യുമ്പോൾ കാലങ്ങളോളം ഇത് ഉപയോഗിച്ച് അതിന്റെ മെംബ്രെയിനിൽ ചെന്ന് ഈ സോളിഡ് പാർട്ടിക്കിൾസ് എല്ലാം തങ്ങിപ്പിടിച്ച് ഇതിന്റെ എഫിഷ്യൻസി കുറയും. ഇതിനെ വിളിക്കുന്ന ഒരു പേരാണ്, ഇതാണ് മെംബ്രെയിൻ ഫൗളിംഗ് എന്ന് പറയും. The rate of filtration is expressed as rate of filtration is equal to driving force divided by resistance to flow. അതായത് എത്രത്തോളം ഫിൽട്ടർ ചെയ്യുന്നു എന്നുള്ളത് ഒരു 5 മിനിറ്റിലൂടെ 10 മിനിറ്റിലൂടെ എത്രത്തോളം സാധനങ്ങൾ ഫിൽട്ടർ ഔട്ട് ചെയ്ത് വരുന്നു എന്നതിനെ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേം അല്ലെങ്കിൽ ഈ പറയുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബേസിക് ഇക്വേഷൻ ഓഫ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത് that is equal to driving force. അതായത് എത്രത്തോളം ഫോഴ്സ്, എത്രത്തോളം പ്രഷർ ഡിഫറൻസ് ഫിൽട്രേറ്റിന് മുമ്പും ഫിൽട്ടർ കഴിഞ്ഞ ശേഷവും അത് തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് ഉണ്ട്, ഡിവൈഡഡ് ബൈ എത്രത്തോളം റെസിസ്റ്റൻസ് ഉണ്ട്. ഈ 2 മേജർ ഫാക്ടേഴ്സ് ആണ് ദാറ്റ് ഡിപെൻഡ്സ് ഓർ ദാറ്റ് ഡിറ്റർമൈൻസ് the rate of filtration. So basically the rate of filtration is determined by 2 major factors. One is the driving force, that is directly proportional to the rate of filtration, and one is resistance to flow, that is inversely proportional to the rate of filtration. അതായത് ഡ്രൈവിംഗ് ഫോഴ്സ് കൂടുന്തോറും റേറ്റ് ഓഫ് ഫിൽട്രേഷൻ കൊടുത്തുകൊണ്ടിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇത്തരത്തിൽ കൂടുമ്പോൾ റെസിസ്റ്റൻസ് ടു ഫ്ലോ കൂടാൻ സാധ്യതയുണ്ട്. സോ ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഫിൽട്രേഷൻ വിച്ച് ഡിക്ലൈൻസ് ദ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ. അതിന്റെ എക്യുപ്മെന്റ് മെയിൻ ആയിട്ട് ഫിൽട്രേഷൻ വളരെ ബേസിക് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് വരുന്നത്. അതിന് ഗ്രാവിറ്റി ഫിൽട്രേഷൻ ഉപയോഗിക്കാറുണ്ട്. അതായത് ഈ പറയുന്ന പ്രഷർ ഡിഫറൻസ് ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞു വിത്ത് ഓർ വിത്തൗട്ട് ദ യൂസ് ഓഫ് വേക്കപ്പ് ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ദ സബ്സ്റ്റൻസ് വിൽ ബി ഹാവിങ് ടെൻഡൻസി ടു മൂവ് ഫ്രം എ ഹയർ പ്രഷർ ടു ലോവർ പ്രഷർ. ആ ഒരു പ്രഷർ മൂവ്മെന്റ് ഇല്ലാതെ തന്നെ നമ്മുടെ നാച്ചുറലി പ്രസന്റ് ആയിരിക്കുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീനെ അല്ലെങ്കിൽ ഫോളിംഗ് ഗ്രാവിറ്റീനെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫിൽറ്റേഴ്സ് പണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന് വളരെ എഫിഷ്യൻസി കുറവാണ്. കാരണം എന്തുകൊണ്ടാണ്? ഗ്രാവിറ്റീനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ പോർ സൈസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ഫിൽട്ടർ ചെയ്യുന്നത്. അത് കംപ്ലീറ്റ്ലി എഫിഷ്യന്റ് ആയിട്ടൊരു സാധനമല്ല. സോ ഗ്രാവിറ്റേഷണൽ ഫിൽട്രേഷൻ ഷുഡ് ബി സ്ലോ ആൻഡ് ഫൈൻസ് ലിറ്റിൽ ആപ്ലിക്കേഷൻ ഇൻ ദ ഫുഡ് ഇൻഡസ്ട്രി. And next one is the main thing. Filtration equipment operates either by the application of pressure to the feed side. അതായത് ഫീഡ് സ്ലറി നമ്മുടെ പോറസ് മെറ്റീരിയലിലോട്ട് അടിച്ചു കൊടുക്കുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും? പ്രഷർ അപ്ലൈ ചെയ്യും. അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് എ പാർഷ്യൽ വേക്കം ടു ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ഫിൽട്ടർ ബെഡ്. അതായത് നമ്മൾ ഫീഡിങ് കൊടുക്കുന്ന സ്ഥലത്ത് ഒന്നില്ലെങ്കിൽ, അതായത് ഈ പറയുന്ന പ്രഷർ ഡിഫറൻസ്
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ഇറ്റ് മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രഷർ ഡിഫറൻസ് ഓർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ഡിഫറൻസ്. ഈ പ്രഷർ ഡിഫറൻസ് നമുക്ക് രണ്ട് തരത്തിൽ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് തിങ് ഈസ് യു ക്യാൻ ഇൻക്രീസ് ദ പ്രഷർ അറ്റ് ദ ഫീഡിംഗ് സൈഡ്. ഫീഡിംഗ് സൈഡിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുക, വിച്ച് കുഡ് ഇവൻച്വലി ലീഡ്സ് ടു എ ഇൻക്രീസ്ഡ് പ്രഷർ ഡിഫറൻസ്, ഓർ വി ക്യാൻ apply a partial vacuum to the opposite side of the filter bed. അതായത് ഫിൽട്ടർ ബെഡിന്റെ അപ്പുറത്ത് നമുക്ക് ഒരു പാർഷ്യൽ വേക്കം ക്രിയേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന പ്രഷർ ഡിഫറൻസ് ഉണ്ടാക്കാം. ഇതിനെയാണ് എന്ത് പറയുന്നത്, ഇതാണ് രണ്ട് മേജർ തിയറീസ് എന്ന് പറയുന്നത്. പ്രഷർ എവിടെയൊക്കെ അല്ലെങ്കിൽ പ്രഷർ ഡിഫറൻസ് എവിടെയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഉത്തരമാണ് ഇത് രണ്ടും. ഓക്കെ, so some of the major pressure filters that are mainly used in the food industries are batch plate and frame filter press. Batch means batch plate and frame filter press, and shell and leaf pressure filter. അത് നോർമലി വരുന്ന പ്ലേറ്റ് ആൻഡ് ഫ്രെയിം ഫിൽട്ടർ പ്രസ് ആണ്. ഇത് നോർമലി വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഫിൽട്ടർ പ്രസ് ആണ്. അതായത് ഒരു പ്ലേറ്റിൽ ഈ പറയുന്ന ഫ്രെയിം പിടിപ്പിച്ചിട്ടുണ്ടാവും. ഈ ഫ്രെയിമിന്റെ മുകളിൽ നമ്മളൊരു ഫിൽട്ടർ ക്ലോത്ത് വയ്ക്കുന്നു. ആ ഫിൽട്ടർ ക്ലോത്തിൽ ഇത് കണ്ടില്ലേ, ഇൻലെറ്റ് ഫീഡ് ഓഫ് സ്ലറി. ഈ സ്ലറി ഇങ്ങനെ കടത്തിവിടുന്നു. ഇങ്ങനെ കടത്തിവിടുമ്പോൾ ഇതെല്ലാം എന്താണ്, ഫിൽട്ടർ ക്ലോത്തുകളാണ്. ഇത് ഫിൽട്ടർ ക്ലോത്ത് ഇങ്ങനെ ഇത് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിൽട്രേറ്റ് ഇതിലൂടെ പുറത്തു വരുന്നു. ഫിൽട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഇവിടെ ഒരു കേക്ക് ആയിട്ട് ഫോം ചെയ്യും. ഇതിനോണ്ടാണ് ഇതിനെ പ്ലേറ്റ് ആൻഡ് ഫ്രെയിം ഫിൽട്ടർ എന്ന് വിളിക്കുന്നത്. കണ്ടില്ലേ, ഇത് രണ്ട് പ്ലേറ്റ്സ്, ഹെഡ് പ്ലേറ്റും ഉണ്ട്, ബാക്കപ്പ് പ്ലേറ്റ് ഉണ്ട്. ഈ രണ്ട് പ്ലേറ്റ്സിന്റെ മുകളിലാണ് നമ്മൾ ഇത് ഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. That's why it is called as batch plate and frame filter. Batch plate and frame filter. Okay. In the plate and frame design, cloth or paper filters are supported on vertical plates. Feed liquor is pumped into the press and liquid passes through the filter cloth and flows down the grooved surface of the plate to drain through an outlet channel in the base of the each plate. കണ്ടില്ലേ, ഈ ചാനൽസ് കണ്ടില്ലേ, ഈ നീല കളറിലുള്ള ചാനൽസിൽ കൂടെ 1, 2 ഈ രണ്ട് ഫിൽട്ടർ പേപ്പറിലൂടെ കടന്നു പോകുന്നു. ഫിൽട്ടർ പേപ്പറിലൂടെ കടന്നു പോയിട്ട് ഫിൽട്ടർ ക്ലോത്തിലൂടെ കടന്നു പോയിട്ട് ഇതിന്റെ മുകളിൽ സ്ലറി എല്ലാം ഡെപ്പോസിറ്റ് ചെയ്ത് കേക്ക് ആവുന്നു. ഫിൽട്രേറ്റ് മാത്രം പുറത്തോട്ട് ഇറങ്ങി വരുന്നു. ഇതിനെയാണ് ബാച്ച് പ്ലേറ്റ് ആൻഡ് ഫ്രെയിം ഫിൽട്ടർ പ്രസ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ദിസ് എ ബാച്ച് പ്രോസസ്. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ ഫിൽട്ടർ കേക്കുകൾ പെട്ടെന്ന് ഫോം ആവുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒക്കേഷണൽ ആയിട്ടുള്ള റിമൂവൽ ഓഫ് ദിസ് ഫിൽട്ടർ കേക്ക് വേണ്ടി വരുന്നത് കൊണ്ട് തന്നെ നോർമലി ദിസ് ഇസ് എ ബാച്ച് type process. Okay, next one is so that is the working of batch plate and frame filter press. So this is why this is a batch process. A layer of cake builds up on the cloth until the space between the plate is filled. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫിൽഡ് ആവുമ്പോൾ, ഈ സ്പേസസ് കംപ്ലീറ്റ് ആയിട്ട് ഫിൽഡ് ആവുമ്പോൾ ഈ പറയുന്ന സാധനം നമുക്ക് ഊരിയിട്ട് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നു. So this is a batch kind of process. Next one is, in operation the pressure is increased to a predetermined value and the plates are then back washed with the water. Back washing എന്ന് പറഞ്ഞ സാധനം ഫിൽട്രേഷനിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ബാക്ക് വാഷിംഗ് എന്ന് ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? ഹലോ, ആർക്കെങ്കിലും ബാക്ക് വാഷിംഗ് എന്താണെന്ന് ഐഡിയ ഉണ്ടോ? ഇല്ല. ഓക്കെ, ബാക്ക് വാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് നമ്മൾ ഫിൽട്രേഷനിലൂടെ അല്ലെങ്കിൽ ഫിൽട്രേഷന്റെ ഈ പറയുന്ന മെംബ്രെയിനിലൂടെ ഒരു ഫീഡ് സ്ലറി കടത്തിവിടാന്ന് വിചാരിക്കാം. ഓക്കെ, ഫീഡ് സ്ലറി കടത്തിവിടുമ്പോൾ മെംബ്രെയിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് വേണ്ട ഫിൽട്രേറ്റ് പുറത്തു വരികയും വേണ്ടാത്ത സാധനങ്ങൾ സോളിഡ്സ് എല്ലാം ആ മെംബ്രെയിൻ്റെ മുകളിൽ ഒരു ഫിൽട്ടർ കേക്ക് ആയിട്ട് ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഇത്ര മനസ്സിലായോ? ഇത്രയൊക്കെ അല്ലേ? ഇത്രയൊക്കെ അല്ലേ? ഓക്കെ, നമ്മള് അപ്പോ കാലം കഴിയും തോറും അല്ലെ സമയം കഴിയും തോറും നമ്മളുടെ ഈ വേണ്ടാത്ത സോളിഡ്സ് എല്ലാം ഈ മെംബ്രെയിനിൽ ഇങ്ങനെ കേക്ക് ആയിട്ട് ഫോം ചെയ്ത് വലിയ കട്ടിക്കൊരു സോളിഡ് ഫോം ആയെന്ന് വിചാരിക്കാം. നമ്മൾ ഇത് എന്ത് ചെയ്യും? നമ്മൾ ഫീഡ് സ്ലറി കൊടുക്കുന്ന അതേ ഡയറക്ഷനിലോട്ട് വാട്ടർ അപ്ലൈ ചെയ്ത് ഇത് കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് പോർസ് ഒന്നും വാഷ്ഡ് ആവില്ല. അത് മാത്രമല്ല, പോർസിന്റെ ഉള്ളിൽ നമ്മൾ കാണാത്ത തരത്തിൽ ഈ പറയുന്ന സോളിഡ് പാർട്ടിക്കിൾസ് ചെറുതായി തങ്ങി നിൽക്കുന്നുണ്ടാവും. ഇങ്ങനെ തങ്ങി നിന്ന് കഴിഞ്ഞാൽ അടുത്ത ഫിൽട്രേഷനിൽ ഈ ഫുഡിലൂടെ ഈ മെംബ്രെയിനിലൂടെ കടന്നു പോകുന്ന ഫുഡ്സിന് സ്പോയിലേജ് ഉണ്ടാവും. ഇതില്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഫീഡ് സ്ലറി കൊടുക്കുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ട്, അപ്പൊ അതായത് ബാക്ക് സൈഡിലൂടെ, ഫിൽട്രേഷന്റെ ബാക്ക് സൈഡിലൂടെ
വാട്ടർ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്യും. ഇതാണ് ബാക്ക് വാഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, so that is back washing in filtration, which is a very critical and one of the most effective way to remove the remove the unwanted solids or the solids that are still sticked onto this filtration membrane. Okay, the press is dismantled and the cake is removed, ready to begin another side. The filter press has relatively low capital cost. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഫിൽട്രേഷൻ ആണ് ഈ പ്ലേറ്റ് ആൻഡ് ഫ്രെയിം ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് ഹാവ് എ വലിയ റിലേറ്റീവ് ക്യാപിറ്റൽ കോസ്റ്റ്, ഹൈ ഫ്ലെക്സിബിലിറ്റി, it is reliable and easily maintained, but it is time consuming and highly labor intensive. Our major application എന്ന് പറയുന്നത് ആപ്പിൾ ജ്യൂസ് ആൻഡ് സിഡേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സോറി കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ആപ്പിൾ ജ്യൂസ് ആൻഡ് സിഡറിന്റെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ചെറിയ ചെറിയ ആപ്പിളിന്റെ തരികൾ ഉണ്ടാവും, അതിന് ഈ പറയുന്ന ബാച്ച് പ്ലേറ്റ് ആൻഡ് ഫ്രെയിം ഫിൽട്ടർ വെച്ചിട്ട് കളയാൻ പറ്റും. പിന്നെ വരുന്നതാണ് ഷെൽ ആൻഡ് ലീഫ് പ്രഷർ ഫിൽട്ടർ. It consists of mesh leaves which are coated in filter medium and supported on a hollow frame which forms the outlet channel of the filtrate. ഈ പറയുന്ന ലീവ്സിലൂടെ മെഷ് പെർഫോറേറ്റർ ആയിട്ടുള്ള ലീവ്സിലൂടെ നമ്മൾക്ക് വേണ്ട ഫിൽട്രേറ്റ് ഒഴുകി പുറത്തോട്ട് പോകും. ഈ പറയുന്ന ചെറിയ ചെറിയ പെർഫറേഷൻസ് ഉണ്ട്, കുറെ അധികം ലേയേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറിയ ചെറിയ ലീവ്സ് എന്ന് വിളിക്കുന്നു. വിച്ച് ആർ കോട്ടഡ് ഇൻ ഫിൽട്ടർ മീഡിയം. ഇത് കണ്ടില്ലേ, ഫിൽട്ടർ ലീവ്സ്, അല്ലെങ്കിൽ ഇത് കണ്ടാലും മതി, അതിന്റെ ഒരു ഹൊറിസോണ്ടൽ വ്യൂ ആണ്. ഈ ലീവ്സ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ഷെൽ ആൻഡ് ലീഫ് പ്രഷർ ഫിൽട്ടർ എന്ന് വിളിക്കുന്നു. The leaves are stacked horizontally or vertically inside a pressure vessel, and in some design they rotate at 1 to 2 revolutions per minute to improve the uniformity of cake buildup. Feed liquor is pumped into a shell at a pressure of approximately 400 into 10 raised to 3 Pascal. Shell and leaf pressure filter നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രഷർ റേഞ്ച് ആണ് ഏകദേശം 400 into 10 raised to 3 Pascal എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ when filtration is completed, the cake is blown or washed from the leaves. This equipment has a higher cost than plate filters and is best suited to routine filtration of liquors which have similar characteristics. വളരെ ബേസിക് ആയിട്ടുള്ള വേറൊരു ടൈപ്പ് ഓഫ് ഫിൽട്ടർ ആണ് ഷെൽ ആൻഡ് ലീഫ് പ്രഷർ ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്ത ടൈപ്പ് ഓഫ് ഫിൽട്ടർ ആണ് റോട്ടറി ഡ്രം ഫിൽട്ടർ. ഇത് വളരെ സിമ്പിൾ ആണ്. ഇത് കണ്ടില്ലേ, ഇത് ഒരു റൊട്ടേറ്റിംഗ് ഡ്രം ആണ്. ഓക്കെ, ഈ റൊട്ടേറ്റിംഗ് ഡ്രം നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഈ കാണുന്ന ഫിൽഡ് ലിക്വിഡ് നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യാൻ ആവശ്യം അതായത് അത് ഫീഡ് സ്ലറിയാണ്. ഈ ഫീഡ് സ്ലറിയിൽ പാർഷ്യലി ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ റോട്ടറി ഡ്രം വയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് അങ്ങോട്ട് കറങ്ങുമ്പോൾ എന്താ സംഭവിക്കുക, ഇതിന് മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ പറയുന്ന സ്ലറി ഇതിന്റെ മുകളിൽ പറ്റിപ്പിടിക്കും. ഇതിന്റെ സർഫസിൽ എന്തുണ്ടാവും, ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാവും. ഈ ഹോൾസിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് വേണ്ട ഫിൽറ്റേഴ്സ് എല്ലാം പുറത്തു വരും, അല്ലെങ്കിൽ ഫിൽട്രേറ്റ് എല്ലാം പുറത്തു വരും. A rotary drum filter consists of a horizontal cylinder which has the surface divided into a series of shallow compartments, each covered in filter cloth and connected to a central vacuum. അതായത് ഈ പറയുന്ന നമ്മളുടെ ഈ ഡ്രമ്മിന്റെ സർഫസ് എന്താണ്, പെർഫറേഷൻസ് ആണ്. സോ ഈ ഫീഡ് സ്ലറിന്റെ മുകളിൽ കൂടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഫീഡ് സ്ലറി ഇവരുടെ സർഫസിൽ പറ്റിപ്പിടിക്കുന്നു. ഇവരുടെ സർഫസ് പെർഫറേഷൻസ് ആയതുകൊണ്ട് തന്നെ ആ പെർഫറേഷൻസിന്റെ ഉള്ളിൽ കൂടെ ഒരു ഫിൽട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നു. ആ ഫിൽട്ടർ പേപ്പറിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് വേണ്ട ഫിൽട്രേറ്റ് എല്ലാം ഫിൽട്ടർ ഔട്ട് ചെയ്ത് നടുക്ക് വരുന്നു. വേണ്ടാത്ത സാധനങ്ങളൊക്കെ കേക്കായിട്ട് ഫോം ചെയ്യുന്നു. അതിനെ സ്ക്രേപ്പർ വെച്ചിട്ട് റിമൂവ് ചെയ്യുന്നു. Okay. As the drum rotates, it dips into a bath of liquor and filtrate flows through the filter and out from the channels in the drum. ഈ ചാനൽസിലൂടെ എല്ലാം നമുക്ക് വേണ്ട ഫിൽട്രേറ്റ് കണ്ടില്ലേ, ഫിൽട്രേറ്റ് പൈപ്സ് ടു റോട്ടറി വാൽവ്സ്, അത് നേരെ ഇതിൻ്റെ ഉള്ളിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഔട്ട് പോകുന്നു. When a compartment leaves the bath, the filter cake is sucked free of liquor, washed with sprays, and the vacuum is released. Compressed air is blown from beneath the cloth to loosen the cake, which is removed by a scraper for the individual compartments. Recycle the cycle. അതായത് കണ്ടില്ലേ, നമ്മൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഫീഡ് സ്ലറിയാന്ന് വിചാരിക്കുക. ഫീഡ് സ്ലറിൽ കൂടെ റോട്ടറി ഡ്രം ഇങ്ങനെ കറങ്ങുന്നു. ഇതിന്റെ സർഫസ് പെർഫറേറ്റർ ആണ്. സോ പെർഫറേറ്റർ ആയതുകൊണ്ട് തന്നെ ഈ പെർഫറേഷൻസിനുള്ളിൽ കൂടെ നമുക്ക് വേണ്ട ഫിൽട്രേറ്റ് ഫിൽട്ടർ ഔട്ട് ചെയ്ത് വരുന്നു. വേണ്ട കേക്കുകൾ ഇതിന്റെ സർഫസിൽ പറ്റിയെടുക്കുന്നു. ഇവിടെ ഒരു സ്ക്രേപ്പർ പ്ലേസ് ചെയ്യുന്നു. ഈ പറ്റിപ്പിടിച്ചിരിക്കുന്ന കേക്കൊക്കെ റിമൂവ് ചെയ്യുന്നു. ബേസിക്കലി ഇതാണ് ഒരു റോട്ടറി ഡ്രം ഫിൽട്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഫിൽട്രേഷന് തന്നെ, ഈ റോട്ടറി ഡ്രം ഫിൽട്രേഷന് തന്നെ എഫിഷ്യൻസി നമുക്ക് കൂട്ടാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ആലോചിക്കുക.
ഇത് നോർമലി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, സ്ലറിയുടെ ഉള്ളിൽ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, സ്ലറിയുടെ സർഫസ് ഇതിലൊക്കെ പറ്റി പിടിക്കുന്നു, സ്ലറിയുടെ സർഫസ് ഇതൊക്കെ പറ്റി പിടിച്ചിട്ട് സ്ലറി ഇങ്ങനെ പോകുന്നു, അത് കേക്കായിട്ട് ഫോം ചെയ്യുന്നു, സ്ക്രേപ്പർ വെച്ച് റിമൂവ് ചെയ്യുന്നു, നമുക്ക് വേണ്ട ഫിൽട്ടർ ഉള്ളിൽ കൂടെ പുറത്തു പോകുന്നു. നമുക്ക് ഇതിന്റെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സെൻട്രലായിട്ട്, ഈ പറയുന്ന സെൻട്രലായിട്ട് ഒരു വേക്കം പമ്പ് വെച്ച് കഴിഞ്ഞാൽ, അതിൽ വളരെ ലോ പ്രഷർ, നെഗറ്റീവ് പ്രഷർ ഉള്ള ഒരു ഏരിയ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ ഫിൽട്രേഷൻ ഒന്നും കൂടെ സ്പീഡിൽ അകത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതിനെയാണ് റോട്ടറി വാക്വം ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഈ റോട്ടറി ഡ്രം ഫിൽറ്ററിനെ തന്നെ നടുക്ക് നമ്മളൊരു വേക്കം പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രഷർ ഡിഫറൻസ് നമ്മൾ ഓർമ്മയുണ്ടാവും. റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ഈസ് ബേസിക്കലി ഡിപ്പെൻഡ് അപ്പോൺ ദ പ്രഷർ ഡിഫറൻസ് ആസ് വെൽ ആസ് ദ റെസിസ്റ്റൻസ്. സോ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രഷർ വേക്കം വെച്ച് കൊണ്ട് തന്നെ എന്താവും, ഹൈ പ്രഷർ ഡിഫറൻസ് ഉണ്ടാവുന്നു, റേറ്റ് ഓഫ് ഫിൽട്രേഷൻ കൂട്ടുന്നു. ഈ ഒരു പ്രിൻസിപ്പിൾ ആണ് റോട്ടറി വേക്കം ഫിൽറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, റോട്ടറി ഡ്രം ഫിൽറ്റർ കൺസിസ്റ്റ് ഓഫ് ഹൊറിസോണ്ടൽ സിലിണ്ടർ, വായിച്ചാണ്. The rotary vacuum disc filter consists of a series of vertical discs which rotate slowly in a path of flicker in a similar cycle to drum filters. But അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, ഒരു വേക്കം നമ്മൾ വെച്ചിട്ടുണ്ടാവും. ഇത് കണ്ടില്ലേ, ഒരു വേക്കം ഇതിനകത്തോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ വേക്കം ഇതിനകത്തോട്ട് കണക്ട് ചെയ്തെന്ന് കൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുക, ഈ പറയുന്ന ഈ ഉള്ളിൽ എന്തുണ്ടാവും, ഒരു പ്രഷർ ഡിഫറൻസ് വളരെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് റോട്ടറി ഡ്രം ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ equipments that is used in filtration. Next one is operating equations. One of the major things, one of the major portion in the filtration is the equation that related to filtrations. First one is, in general, the filtration process describes the manner in which the fluid being filtered flows through the filter medium where the solids are deposited. As the solids are removed from the fluid, they accumulate in the filter medium, resulting in an increased resistance to flow as the filtration process continues. സോ നമ്മൾ നേരത്തെ പഠിച്ചു, ഫിൽട്രേഷൻ റേറ്റ് ബേസിക്കലി ഡിപ്പെൻഡ്സ് അപ്പോൺ എന്തൊക്കെയായിരുന്നു, ഓർമ്മയുണ്ടോ? എന്തൊക്കെയായിരുന്നു ഫിൽട്രേഷൻ റേറ്റ് ബേസിക്കലി ഡിപ്പെൻഡ് ചെയ്യുന്നത്? പ്രഷർ ഡിഫറൻസും റെസിസ്റ്റൻസ്. ഈ രണ്ട് ഫാക്ടേഴ്സിനെ കൂടാതെ തന്നെ ബാക്കിയുള്ള ചില നമ്മളുടെ ചില ഫാക്ടേഴ്സ് ആണ് the area of the filtering surfaces, the viscosity of the filtrate, the resistance of the filter cake, and the resistance of the filter medium. ഇതൊക്കെയാണ് major factors that depends upon the filtration process. Okay, അതിനകത്ത് തന്നെ നമ്മളുടെ റെസിസ്റ്റൻസ്, അതായത് നമ്മളുടെ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ഈസ് ഈക്വൽ ടു പ്രഷർ ഡിഫറൻസ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ദ റെസിസ്റ്റൻസ് ടു ഫ്ലോ. ഓക്കെ, so this resistance to flow could be denoted by or could be determined by the equation mu r into Lc plus L. Okay, where mu definitely it is the fluid viscosity, Lc it is the thickness of accumulated solids in the filter cake, and L is the thickness of the filter material. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഫിൽട്ടർ മെറ്റീരിയൽ ഏതാണ് അതിന്റെ തിക്നെസ് പ്ലസ് അതിന്റെ സോളിഡ്സ്, അതായത് നമ്മുടെ ഫിൽറ്ററിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന സോളിഡ്സിന്റെ തിക്നെസ്, ഇതൊക്കെ ചേർത്തിട്ടാണ് ആ എൽ എന്നുള്ള ഫാക്ടർ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ആർ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ ഇൻറ്റു എൽ എന്ന് പറയാം. ഈ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഫിൽട്രേറ്റ് മീഡിയം കംപ്ലീറ്റ്ലി ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്തൊക്കെയാണ്. ആ റെസിസ്റ്റൻസ് രണ്ട് സോഴ്സസിൽ നിന്ന് വരുന്നുണ്ട്, ഒന്ന് ഫിൽട്രേറ്റ് മീഡിയത്തിൽ നിന്നും ഒന്ന് ഫിൽട്ടർ കേക്കിന്റെ തിക്നെസ്സിൽ നിന്നും. സോ അതാണ് എന്തെന്ന് പറയുന്നത്. സോ ആർ ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഈക്വൽ ടു മ്യൂ ആർ എൽ, വേർ മ്യൂ ഈസ് ദ വിസ്കോസിറ്റി and R is the specific resistance of the filter cake, and it is property of the particles forming the filter cake. അതായത് ആ R എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു എന്താണ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മെറ്റീരിയൽ ആണ്. നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ഈ സാധനത്തിനുള്ളിൽ കൂടെ കടത്തി വിടുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ R എന്ന് പറഞ്ഞ ഫാക്ടർ. ഓക്കെ, R ഈസ് ലൈക്ക് വാട്ട്, സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് ഫിൽട്ടർ കേക്ക്. ഫിൽട്ടർ കേക്ക് ഏത് മെറ്റീരിയലിൽ നിന്നാണ് ഫോം ചെയ്തിരിക്കുന്നത് ആ മെറ്റീരിയലിന് സ്പെസിഫിക് ആണ് ഈ പറയുന്ന റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആർ എന്ന് പറഞ്ഞത്. മ്യൂ ഇസ് ദ വിസ്കോസിറ്റി, എൽ സി ഇസ് ദ thickness of the solid, and L is the thickness of the filter material. Okay, and LC could be അതായത് thickness of the filter cake or accumulated filter cake could be denoted by SB into A.
S is equal to solid content of the fluid being filtered, and V is equal to volume that has passed through the filter with cross section area A. So അത് അങ്ങനെയാണ് LC നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഇക്വേഷനിലെ LC കണ്ടുപിടിക്കാനുള്ള, അതായത് തിക്നെസ് ഓഫ് ദ അക്യുമുലേറ്റഡ് സോൾസ് ഇൻ ദ ഫിൽട്ടർ കേക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് LC ഈക്വൽ ടു SV ഡിവൈഡഡ് ബൈ A. ഓക്കെ. And next one is rate of filtration. Rate of filtration dV divided by dt. എത്രത്തോളം എന്താ പറയാ വോളിയം നമ്മൾ ഫിൽട്ടർ ഔട്ട് ചെയ്തെടുക്കുന്നു അറ്റ് എ ടൈം ഓഫ് dt, അല്ലെങ്കിൽ എത്രത്തോളം ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ V/T, എത്രത്തോളം വോളിയം ഒരു സാധനത്തിന്റെ ഉള്ളിൽ കൂടെ ഇന്ന ടൈമിലുള്ള കടന്നു പോകുന്നു. dV/dt is equal to A into delta P divided by mu R into SV by A plus L. This is like നമുക്ക് എന്താ പറയാ നേരത്തെ പറഞ്ഞ, അതായത് നമ്മളുടെ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ഈസ് ഈക്വൽ ടു പ്രഷർ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. അതിന്റെ തന്നെ വേറൊരു ഫോമാണ് ഇത് ശരിക്കും. റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ dV/dt ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി, ദാറ്റ് ഈസ് എ പ്രഷർ ഡിഫറൻസ്, ആൻഡ് എ പ്രഷർ ഡിഫറൻസ് അക്രോസ് എൻ ഏരിയ എ ഡിവൈഡഡ് ബൈ ദ റെസിസ്റ്റൻസ് വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ mu r into LC plus L, where LC is equal to SV divided by A. ഇക്വേഷനിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇക്വേഷൻ മനസ്സിലായോ? ഹലോ, ഈ ഇക്വേഷൻ മനസ്സിലായോ? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫിൽട്രേഷൻ നോർമലി ഒക്കർ ചെയ്യുന്നത് 2 മേജർ ഫേസസിൽ കൂടിയാണ്. ഓക്കെ, അതായത് ഒറ്റയടിക്ക് ഫിൽട്ടർ ചെയ്ത് പോവുകയല്ല അത് ചെയ്യുന്നത്, മറിച്ച് എന്താ, നമ്മൾ ഡ്രൈയിങ്, നിങ്ങൾ ഡ്രൈയിങ് പഠിച്ചിട്ടില്ലേ? അതിനകത്ത് ഡ്രൈയിങ് കർവ് പഠിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഡ്രൈയിങ് കർവ് പഠിച്ചിട്ടുണ്ടോ? ഹലോ. ഓക്കെ, ഡ്രൈയിങ് കർവ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതായത് നമ്മളൊരു ഫുഡ് ഡ്രൈ ചെയ്യുമ്പോൾ ഇനീഷ്യലി അതിനൊരു ഡ്രൈയിങ് റേറ്റ് ഉണ്ടാവും. ആ ഡ്രൈയിങ് റേറ്റ് ആണ് കോൺസ്റ്റന്റ് റേറ്റ് എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് റേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോളിംഗ് റേറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഫിൽട്രേഷനിൽ ആദ്യം തന്നെ ഒരു കോൺസ്റ്റന്റ് റേറ്റ് ഫിൽട്രേഷൻ, അതായത് നമ്മൾ എത്രത്തോളം സോൾട്ട് കടന്നു അതൊരു കോൺസ്റ്റന്റ് റേറ്റിൽ അത് ഇങ്ങനെ ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കും അൺടിൽ നമ്മളുടെ പോർഷനിൽ ചെറിയ ചെറിയ സോളിഡ്സ് അക്യുമുലേറ്റ് ചെയ്യുന്നവരെ വളരെ സുഗമമായിട്ട് ഈ പറയുന്ന ഫിൽട്രേഷൻ നടക്കും. ആ ഫിൽട്രേഷനാണ് കോൺസ്റ്റന്റ് റേറ്റ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിനെയാണ് കോൺസ്റ്റന്റ് റേറ്റ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് നോർമലി ഒക്കേഴ്സ് ഡ്യൂറിങ് ദ ഏർലി സ്റ്റേജസ് ഓഫ് ദ പ്രോസസ്. ആദ്യമൊക്കെ ഫിൽട്രേഷൻ്റെ ആദ്യമൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് കോൺസ്റ്റന്റ് റേറ്റിൽ ഇങ്ങനെ ഫിൽട്രേഷൻ നടന്നുകൊണ്ടിരിക്കും. പിന്നീട് പയ്യെ പയ്യെ അത് കോൺസ്റ്റന്റ് പ്രഷർ ആയിട്ട് മാറും, ഒക്കേർ ഡ്യൂറിങ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ദ പ്രോസസ്. സോ ഇനീഷ്യൽ സ്റ്റേജിൽ ഫിൽട്രേഷൻ കോൺസ്റ്റന്റ് റേറ്റ് ആയിരിക്കും, ഫൈനൽ സ്റ്റേജിൽ കോൺസ്റ്റന്റ് പ്രഷർ ആയിരിക്കും. കോൺസ്റ്റന്റ് റേറ്റ് ഇക്വേഷൻ, അതായത് കോൺസ്റ്റന്റ് റേറ്റിൽ കോൺസ്റ്റന്റ് റേറ്റ്, അതായത് ഇനീഷ്യൽ ടൈമിൽ ഫിൽട്രേഷന്റെ റേറ്റ് കുഡ് ബി ഡിറ്റർമിൻഡ് ബൈ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു mu r into SV സ്ക്വയർ ഡിവൈഡ് ബൈ A സ്ക്വയർ T. ഇത് എങ്ങനെയാണ് ഡെൽറ്റ V/T ഡിനോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ തന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു mu r into SV സ്ക്വയർ ഡിവൈഡ് ബൈ A സ്ക്വയർ into T, which denotes the constant rate equation. അതായത് ഇനീഷ്യലി നമ്മളെ ഫിൽട്രേഷൻ ഇനീഷ്യലി നടക്കുമ്പോൾ കരുതേണ്ടതായിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഈ പറയുന്ന കോൺസ്റ്റന്റ് റേറ്റ് ഇക്വേഷൻ, വിച്ച് ഈസ് നത്തിങ് മോർ ദാൻ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു mu r into SV സ്ക്വയർ ഡിവൈഡഡ് ബൈ A സ്ക്വയർ T. നെക്സ്റ്റ് വൺ ഈസ് കോൺസ്റ്റന്റ് പ്രഷർ ഇക്വേഷൻസ്. അതായത് നമ്മളുടെ ഈ പറയുന്ന ഫിൽട്രേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോൾ കോൺസ്റ്റന്റ് റേറ്റ് മാറി കോൺസ്റ്റന്റ് പ്രഷർ ഇക്വേഷൻ ആവും. അറ്റ് ദിസ് ടൈം ദ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ഈസ് ഡിനോട്ടഡ് ബൈ T is equal to mu r into SV square divided by 2A square into rho T. അവിടെ mu r into SV square divided by A square T ആയിരുന്നു. ഇവിടെ mu r into SV square divided by 2A square rho P ആയിട്ട് മാറി. ഇതാണ് രണ്ട് മേജർ ഇക്വേഷൻസ് that happens in filtration. One is constant pressure equation, one is constant rate equation. Okay.
നെക്സ്റ്റ് വൺ ഈസ് ഫിൽട്രേഷൻ ഓഫ് എയർ. ഇത് വലിയ കാര്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല, ബട്ട് സ്റ്റിൽ ജസ്റ്റ് ഒരു ഫോർ ദി ഇൻഫർമേഷൻ എഴുതി വെച്ചെന്നുള്ളൂ. The design of filters for the removal of particles from air is significantly different from that of liquids. The filter medium is a porous collection of filter fibers of the same magnitude in size as the particles to be removed from air. എയറിൽ നിന്നും ഏത് പാർട്ടിക്കിൾസ് ആണോ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് അതിന്റെ സെയിം പാർട്ടിക്കിൾ സൈസ് ആയിരിക്കും ഈ പറയുന്ന നമ്മുടെ എയർ ഫിൽട്ടർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ സെയിം പാർട്ടിക്കിൾ സൈസ് ആയിരിക്കും. സെയിം പാർട്ടിക്കിൾ സൈസ് ആകുമ്പോൾ അവിടെ ട്രാപ്പ് ചെയ്ത്. ദിസ് റിസൾട്ട്സ് ഇൻ ഫിൽട്രേഷൻ പ്രോസസ് ദാറ്റ് ആർ നിയർലി കോൺസ്റ്റന്റ് ഫ്ലോ റേറ്റ് ഇൻ ഓൾ സിറ്റുവേഷൻസ്. സോ ഫിൽട്രേഷൻ ഓഫ് എയറിൽ കോൺസ്റ്റന്റ് ഫ്ലോ റേറ്റ് ഓൾമോസ്റ്റ് നടക്കുന്നുള്ളൂ. കോൺസ്റ്റന്റ് പ്രഷർ റേറ്റ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേജ് പ്രാവർത്തികം ആവുന്നില്ല. ഇതാണ് ഫിൽട്രേഷൻ ഓഫ് എയർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ there are majorly 4 mechanisms of filtration, which is Brownian diffusion, direct interception, initial impaction, and electrical attraction. Okay, these are the 4 major mechanisms of filtration. One is Brownian diffusion, one is interception, one is initial impaction, and one is electrical attraction. So ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ ഇന്നത്തെ?